സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വർണ്ണാഭമായ അത്തം ഘോഷയാത്ര തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ അത്തച്ചമയ ഘോഷയാത്ര മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അത്തപ്പതാക ഉയർത്തി, നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരവീതിയെ നിറക്കാഴ്ചകളാൽ സുന്ദരമാക്കിയ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും, ഒപ്പം വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനവും. ഓണാഘോഷങ്ങളുടെ വരവറിയിക്കുന്ന അത്തച്ചമയം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അത്തപ്പതാക ഉയർത്തി. ചവിട്ടിത്താഴ്ത്തിയതിൻ്റെ ആഘോഷമല്ല, ചവിട്ടിത്താഴ്ത്തിയതിനെ അതിജീവിക്കുന്നതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കൂടി ആശയമാണ്, ആഘോഷമാണ് ഓണം എന്നത്. മറിച്ചൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം മലയാളികൾ തള്ളിക്കളഞ്ഞു എന്നതും ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടെ നാം ഓർമ്മിക്കേണ്ടതാണ്. ഇത്തവണ മഹാബലിയുടെ ചക്രവർത്തിയെ സമത്വത്തിൻ്റെ ചക്രവർത്തി മാത്രമായിട്ടല്ല സർക്കാർ കാണുന്നത്. ഇപ്രാവശ്യം മഹാബലി ചക്രവർത്തിയെ വൃത്തിയുടെ ചക്രവർത്തിയായിട്ട് കൂടിയാണ് സർക്കാർ കാണുന്നത്. ജാതിയും മതവുമില്ലാത്ത അത്തച്ചമയ ആഘോഷം ലോകത്തിന് തന്നെ മാതൃകയെന്ന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് നടൻ ജയറാം പറഞ്ഞു. തൃപ്പൂണിത്തുറ അത്താഘോഷം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്ന് ലോകം മുഴുവൻ ഇങ്ങോട്ട് നോക്കിക്കാണുകയാണ്. ഇന്നത്തെ ഈ ഓണാഘോഷം ശരിക്കും കേരളം ലോകത്തിനൊരു മാതൃകയാക്കി കാണിക്കുന്നത് ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടുകൂടി ആഘോഷിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകട്ടെ. ശേഷം തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച അത്തച്ചമയ ഘോഷയാത്ര ദൃശ്യവിരുന്നായി നഗരം ചുറ്റി. വിവിധ ഇനങ്ങളിലായി 3000-ലധികം കലാകാരന്മാർ ഘോഷയാത്രയിൽ അണിനിരന്നു. കൈരളി ന്യൂസ്, കൊച്ചി.